നമസ്കാരം, വേദാസിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അഥവാ സാമൂഹ്യശാസ്ത്രത്തിലെ 3ാമത്തെ പാഠഭാഗമായ അവർ ഫാമിലി അഥവാ നമ്മുടെ കുടുംബം എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കുടുംബത്തിൻ്റെ രൂപീകരണത്തെ പറ്റിയാണ്. എങ്ങനെയാണ് കുടുംബം ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് നമ്മളൊരു കുടുംബത്തിലെ അംഗമായി മാറുന്നതെന്നുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് ഏതൊക്കെയാണ്? ബ്ലഡ് റിലേഷൻ അഥവാ രക്തബന്ധത്തിലൂടെയും, ബൈ ദ അഡോപ്ഷൻ അഥവാ ദത്തെടുക്കുന്നതിലൂടെയും, ബൈ മാരേജ് അഥവാ വിവാഹത്തിലൂടെയും ഒക്കെയാണ് നമ്മളൊരു കുടുംബത്തിലെ അംഗമായി മാറുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇങ്ങനെ നമ്മൾ അംഗമായി മാറുന്ന കുടുംബങ്ങൾ എത്ര തരമുണ്ട്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫാമിലി, അതിനെപ്പറ്റിയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ വിവിധ തരത്തിലുള്ള ഫാമിലികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രധാനമായും 3 തരത്തിലുള്ള കുടുംബങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത്. ഒന്നാമത്തേത് അണുകുടുംബം അഥവാ ന്യൂക്ലിയർ ഫാമിലി, രണ്ടാമത്തേത് വിസ്തൃത കുടുംബം അഥവാ എക്സ്റ്റെൻഡഡ് ഫാമിലി, മൂന്നാമത്തേത് കൂട്ടുകുടുംബം അഥവാ ജോയിൻറ്റ് ഫാമിലി. പ്രധാനമായും 3 തരത്തിലുള്ള കുടുംബമാണ് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത്. അതിലൊന്നാമത്തേത് അണുകുടുംബം, 2 വിസ്തൃത കുടുംബം, 3 കൂട്ടുകുടുംബം അഥവാ ന്യൂക്ലിയർ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി, ജോയിൻറ്റ് ഫാമിലി. ഇങ്ങനെ 3 തരത്തിലുള്ള കുടുംബമാണ് നമ്മുടെ സൊസൈറ്റിയിൽ കാണപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ വിവിധ തരം കുടുംബങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അതിൽ ആദ്യത്തേതായ അണുകുടുംബം അഥവാ ന്യൂക്ലിയർ ഫാമിലിയെ പറ്റി പഠിക്കാം. അതിനായി നമുക്ക് ഒന്നാമത്തെ ചിത്രം നോക്കാം. ഒന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് അച്ഛനെയും അമ്മയെയും മക്കളെയുമാണ്. അപ്പോൾ അച്ഛനും അമ്മയും മക്കളും അടങ്ങിയ ഒരു ചെറിയ കുടുംബത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അണുകുടുംബം അഥവാ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഫാദറും മദറും ചിൽഡ്രൻസും അടങ്ങിയ ഒരു ചെറിയ കുടുംബത്തെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫാമിലി അഥവാ അണുകുടുംബം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായി പഠിക്കുന്നത് എന്താണ് വിസ്തൃത കുടുംബം അഥവാ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നതാണ്. അതിനെ നമുക്ക് രണ്ടാമത്തെ ചിത്രം നോക്കാം. രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ ആരെയൊക്കെയാണ് കാണുന്നത്? അച്ഛനെയും അമ്മയെയും മക്കളെയും അവരുടെ കുടുംബത്തെയുമാണ് കാണുന്നത്. ആരെയൊക്കെയാണ്? ഗ്രാൻഡ് പാരൻസിനെയും പാരൻസിനെയും ചിൽഡ്രൻസിനെയുമാണ് നമ്മൾ അതിൽ കാണുന്നത്. അങ്ങനെയുള്ള അണുകുടുംബങ്ങൾ ഒന്നിച്ചു താമസിക്കുന്നതിനെയാണ് വിസ്തൃത കുടുംബം എന്ന് പറയുന്നത്. അതായത് when 2 or 3 ന്യൂക്ലിയർ ഫാമിലീസ് ലിവിങ് ടുഗദർ ഈസ് നോൺ ആസ് എക്സ്റ്റെൻഡഡ് ഫാമിലി. 2 or 3 ന്യൂക്ലിയർ ഫാമിലി അഥവാ അണുകുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലി അഥവാ വിസ്തൃത കുടുംബം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൂട്ടുകുടുംബം അഥവാ ജോയിൻറ്റ് ഫാമിലി എന്താണ് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചിത്രം ഒന്ന് നോക്കിയാലോ. മൂന്നാമത്തെ ചിത്രത്തിൽ വളരെ വലിയൊരു കുടുംബത്തെയാണ് കാണപ്പെടുന്നത്. അതിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, പാരൻസ് ഉണ്ട്, ചിൽഡ്രൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ജനറേഷനിലുള്ള ആൾക്കാരെ നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ ജോയിൻറ്റ് ഫാമിലി അഥവാ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ ഇതുപോലെ 3-4 തലമുറകൾ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൂട്ടുകുടുംബം അഥവാ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. 3 or 4 ജനറേഷൻ ലിവിങ് ടുഗദർ 3 or 4 ജനറേഷൻ ലിവിങ് ടുഗദർ ഈസ് നോൺ ആസ് ജോയിൻറ്റ് ഫാമിലി. 3-4 തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജോയിൻറ്റ് ഫാമിലി അഥവാ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുടുംബത്തിൻ്റെ സവിശേഷതകളെ പറ്റിയാണ്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫാമിലി. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രദേശത്ത് മാത്രമുള്ളതാണോ? അല്ല, മറിച്ച് ലോകത്തിൻ്റെ എല്ലായിടത്തും എന്തുണ്ട്? കുടുംബമുണ്ട്. ഈ കുടുംബം എന്ന് പറയുന്നത് ദേശഭാഷകൾക്ക് അതീതമായി ലോകത്തിൻ്റെ എല്ലായിടങ്ങളിലും കാണപ്പെടുന്ന ഒന്നാണ്. കുടുംബം എന്ന് പറയുന്നത് ദേശഭാഷകൾക്ക് അതീതമായി എല്ലാ സമൂഹങ്ങളിലും നിലകൊള്ളുന്ന ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലി എക്സിസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ് ഇറസ്പെക്റ്റീവ് ഓഫ് നേഷൻ ആൻഡ് ലാംഗ്വേജ്. ഭാഷകൾക്കും ദേശങ്ങൾക്കും അതീതമായി എല്ലായിടത്തും ലോകത്തിൻ്റെ എല്ലായിടത്തും കാണപ്പെടുന്ന ഒന്നാണ് ഏത്? കുടുംബം എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കുടുംബത്തിൻ്റെ ഒരു സവിശേഷത. ഇനി മറ്റൊരു സവിശേഷത എന്താണെന്ന് നമുക്ക് നോക്കാം.
വൈകാരിക ബന്ധങ്ങൾ അഥവാ ഇമോഷണൽ ബോണ്ടാണ് കുടുംബത്തിൻ്റെ മറ്റൊരു സവിശേഷത. എന്താണ് വൈകാരിക ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് വൈകാരിക ബന്ധങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സ്നേഹം, പരസ്പര ബഹുമാനം, സുരക്ഷിതത്വ ബോധം, ഇതൊക്കെയാണ് വൈകാരിക ബന്ധങ്ങൾ. അഫെക്ഷൻ, മ്യൂച്വൽ റെസ്പെക്റ്റ്, ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി, ഇവയൊക്കെയാണ് ഇമോഷണൽ ബോണ്ട് അഥവാ വൈകാരിക ബന്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ വൈകാരിക ബന്ധങ്ങൾ അഥവാ ഇമോഷണൽ ബോണ്ടാണ് കുടുംബത്തിൻ്റെ മറ്റൊരു സവിശേഷതയായി കണക്കാക്കുന്നത്. കുടുംബത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് വീടിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി അംഗങ്ങളെ മാത്രമേ ആ കുടുംബത്തിൽ കാണുകയുള്ളൂ. ഒരു വീടിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി അംഗങ്ങൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ കുടുംബത്തിൽ കാണത്തുള്ളൂ. എ ഫാമിലി വിൽ ഓൾവേസ് ഹാവ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദി ഹൗസ്. അപ്പോൾ വീടിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ആ വീടിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി അംഗങ്ങളെ മാത്രമേ ആ ഫാമിലിയിൽ കാണുകയുള്ളൂ. ഇനി നമുക്ക് കുടുംബത്തിൻ്റെ മറ്റൊരു സവിശേഷത നോക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ജോലികൾ മൊത്തവും ഒരാളാണോ ചെയ്യുന്നത്? അല്ല. ഇപ്പോൾ അമ്മ ആഹാരം പാകം ചെയ്യുമ്പോഴത്തേക്കും ആൺകുട്ടികളാണെങ്കിൽ കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചു കൊടുക്കും, പെൺകുട്ടികളാണെങ്കിൽ മുറ്റം വൃത്തിയാക്കാൻ സഹായിക്കും, ചിലപ്പോൾ ചെടി നനച്ചു കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ, ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലൂടെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ കുടുംബത്തെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ കുടുംബത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഇങ്ങനെയുള്ള ഉത്തരവാദിത്ത ബോധം അഥവാ റെസ്പോൺസിബിലിറ്റി. കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്ത ബോധം കുടുംബത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്, അഥവാ റെസ്പോൺസിബിലിറ്റി കുടുംബത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കുടുംബത്തിൻ്റെ സവിശേഷതകൾ അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫാമിലി ഉപയോഗിച്ച് ആ പാഠഭാഗത്തിൽ തന്നിരിക്കുന്ന എയും ബിയും കോളങ്ങൾ നിങ്ങളൊന്ന് യോജിപ്പിച്ച് നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് കുടുംബത്തിൻ്റെ ധർമ്മങ്ങളെ പറ്റിയാണ്, അഥവാ ദ ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി. അപ്പോൾ എന്താണ് കുടുംബത്തിൻ്റെ ധർമ്മങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ ഒരു അംഗമാകുന്നു അഥവാ ഒരു കുടുംബത്തിൽ ജനിക്കുന്നു. അന്നു മുതൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആരാണ്? ആ കുടുംബത്തിലെ അംഗങ്ങളാണ്. കൂടാതെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബമാണ്. നമ്മുടെ വീട്ടിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിലും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമേ പഠിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നമുക്ക് വേണ്ട അച്ചടക്കം അഥവാ ഡിസിപ്ലിൻ, മര്യാദ അഥവാ മാനേഴ്സ്, കൂടാതെ പങ്കുവയ്ക്കൽ അഥവാ ഷെയറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമേ പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബം നമുക്ക് എന്തുറപ്പ് വരുത്തുന്നു? സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്നു, നമുക്ക് സെക്യൂരിറ്റി ഉറപ്പ് വരുത്തുന്നു. കൂടാതെ സുരക്ഷിതത്വ ബോധവും അഥവാ ഫീലിങ്സ് ഓഫ് സെക്യൂരിറ്റിയും കുടുംബം നമുക്ക് ഉറപ്പ് വരുത്തുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കുടുംബത്തിൻ്റെ ധർമ്മങ്ങളെ പറ്റിയാണ്. കുടുംബമാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അഥവാ ബേസിക് നീഡ്സ് എല്ലാം കുടുംബമാണ് നമുക്ക് ഉറപ്പ് വരുത്തുന്നത്. ഫീലിങ്സ് ഓഫ് സെക്യൂരിറ്റി അഥവാ സുരക്ഷിതത്വ ബോധം കുടുംബമാണ് നമുക്ക് ഉറപ്പ് വരുത്തുന്നത്. നമുക്ക് കുടുംബം സ്നേഹവും വാത്സല്യവും തരുന്നു, ലവ് ആൻഡ് അഫെക്ഷൻ നൽകുന്നു. കൂടാതെ നമ്മുടെ പെരുമാറ്റശീലങ്ങൾ അഥവാ ബിഹേവിയറൊക്കെ നമ്മുടെ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ എന്നറിയപ്പെടുന്നത്, ദ ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി എന്നറിയപ്പെടുന്നത്.